കണ്ണൂർ ഇരട്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കോളേജ് വിദ്യാർത്ഥിനികളെ കണ്ടെത്താനായില്ല. ഫയർഫോഴ്സ് സംഘം സ്ഥലത്ത് തെരച്ചിൽ തുടരുന്നു. എടയന്നൂർ സ്വദേശിനി ഷഹർബാന, ചക്കരക്കൽ സ്വദേശിനി സൂര്യ എന്നിവരാണ് ഒഴുക്കിൽപ്പെട്ടത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എപ്പോഴായിരുന്നു ഈ രണ്ട് വിദ്യാർത്ഥികളും ഒഴുക്കിൽപ്പെടുന്നത്? തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഫാരിഷ, ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് പടിയൂർ പൂവംപുഴയിൽ ഈ അപകടം ഉണ്ടാവുന്നത്. 2 വിദ്യാർത്ഥികളെ പുഴയിൽ കാണാതായിരിക്കുന്നു. ഇരിക്കൂറിലെ സ്വകാര്യ കോളേജിലെ സൈക്കോളജി അവസാന വർഷ വിദ്യാർത്ഥിനികളായ എടയന്നൂർ സ്വദേശി ഷഹർബാന, അഞ്ചരക്കണ്ടി സ്വദേശി സൂര്യ എന്നിവരെയാണ് കാണാതായത്. സഹപാഠിയായ ഇവർക്കൊപ്പം തന്നെ പഠിക്കുന്ന സഹപാഠിയായ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇവർ. അതിനുശേഷം ഇവർ മൊബൈലിൽ ഇവിടെ പുഴക്കരയിലെ ചിത്രങ്ങളും വീഡിയോയും മറ്റും പകർത്തി. അതിനുശേഷം വാട്ടർ അതോറിറ്റിയുടെ ഒരു ടാങ്ക് ഉണ്ട് ഇവിടെ. ആ ടാങ്കിന് സമീപം എത്തുകയും അവിടെ നിന്ന് പുഴയുടെ കരയിലേക്ക് പുഴയിലേക്ക് ഇറങ്ങുകയും ചെയ്തു. ഈ സമയത്ത് കരയിൽ ഉണ്ടായിരുന്ന ആളുകൾ ഇവരെ തടഞ്ഞിരുന്നു. അവിടെ മത്സ്യം പിടിക്കുന്ന ആളുകളും അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരും ഒക്കെ ഇവരോട് വെള്ളത്തിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പുഴയിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് പുഴയുടെ കരയിൽ നിന്ന് പതിയെ വെള്ളത്തിലേക്ക് ഇറങ്ങി പൊടുന്നനെ ചുഴിയിൽ പെടുകയായിരുന്നു എന്നാണ് കരുതുന്നത്. ഈ രണ്ട് പെൺകുട്ടികളും വെള്ളത്തിൽ വീണതിന് പിന്നാലെ തന്നെ നാട്ടുകാരും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഒരാൾ പുഴയിൽ മീൻ പിടിക്കുന്നവരുടെ വലയിൽപ്പെട്ടെങ്കിലും വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ വലയിൽ നിന്ന് പുറത്തേക്ക് പോയി. എന്തായാലും അഗ്നിരക്ഷാ സേനയിലെ സ്കൂബ ഡൈവർമാർ ഏറെ നേരം തെരഞ്ഞെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. രാത്രി 7:30 മണി വരെ തെരച്ചിൽ നടത്തിയിരുന്നു. അതിനുശേഷം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തെരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ വീണ്ടും കൂടുതൽ സംഘമെത്തി ഇപ്പോൾ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ഈ അപകടം നടന്ന സ്ഥലത്താണ് ആദ്യം പരിശോധന തെരച്ചിൽ നടത്തുന്നത്. അതിനുശേഷമാകും കൂടുതൽ താഴെ ഭാഗത്തേക്ക് എവിടേക്കെങ്കിലും ഒഴുകിപ്പോയിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. സുനിൽ, എന്തായാലും ഇന്നലെ ഇരട്ടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകുകയായിരുന്നു.